السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാർ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, KMICയുടെ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അല്ലാഹു തആല നമുക്ക് നൽകുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ആയുസ്സുകളൊക്കെയും അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിലായി ചിലവഴിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞുപോയ ആയുസ്സിലും സന്ദർഭങ്ങളിലൊക്കെയും സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപൊറുത്ത് മാഫാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ഈ ക്ലാസ് റൂമിന്റെ വിജയത്തിന് വേണ്ടി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിലും മക്കളും ബിസിനസ്സുകളിലൊക്കെയും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ക്ലാസ് റൂമിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെയും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആത്മീയമായ സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മീയമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങുക എന്നുള്ളത് ഒരു ബറക്കത്ത് എന്ന നിലക്ക് സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. അതിന്റെ മുന്നോടിയായി നമുക്കൊക്കെയും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കാണ് മുൻഗണന. ആത്മീയതയേക്കാൾ സാധുക്കളായ നമ്മളൊക്കെയും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുടെ വിജയത്തിനാണ് പലപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഭൗതികമായ ജീവിതത്തിലുള്ള സന്തോഷവും സുഖവും നമുക്ക് വേണം. അതിനേക്കാൾ അപ്പുറം നമുക്ക് വേണ്ടത് നമ്മുടെ പാരത്രികമായ ജീവിതത്തിലെ വിജയമാണ്. അല്ലാഹു തആല ഇരു ലോകത്തും സന്തോഷത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ഞാൻ ഇത് പറയാൻ കാരണം, സലാത്തുൽ അവ്വാബീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. സലാത്തുൽ ഹാജത്ത്, ആവശ്യപൂർത്തീകരണത്തിനുള്ള സുന്നത്ത് നിസ്കാരം പറഞ്ഞപ്പോ ഈ 3 സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും മൂവിങ് കിട്ടിയത് സലാത്തുൽ ഹാജത്ത് സുന്നത്ത് നിസ്കാരത്തിനാണ്. പലോലും കൂടുതൽ അന്വേഷിച്ചത് സലാത്തുൽ ഹാജത്തിനെ കുറിച്ചാണ്. കാരണം പലവർക്കും പല ജാതി ഉദ്ദേശങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു സഹോദരി, അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ, എനിക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നു, ഞാൻ ഉടനെ സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചു ദുആ ചെയ്തു, എന്റെ നെഞ്ചുവേദന മാറി. അൽഹംദുലില്ലാഹ്. നമ്മൾ പലപ്പോഴും നെഞ്ചുവേദന വന്നപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം
സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കാരണമായല്ലോ. അല്ലാഹു തആല ഈ ക്ലാസ് റൂമിന് അതിന്റെ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് സലാത്തുൽ ഹാജത്ത് നമ്മുടെ പല ആവശ്യങ്ങളും നിറവേറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഇതേമാതിരി കുറെ മുന്നേ അത് കേട്ടവരും കേൾക്കാത്തവരൊക്കെ ക്ലാസ് റൂമിലുണ്ടാവും. യാ ലത്തീഫ് എന്ന് പറയുന്ന ഒരു അല്ലാഹു തആലാന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണല്ലോ ഈ ലത്തീഫ്. പലവരും ചെല്ലുമ്പോ ലത്തീഫ് 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 എന്ന് ആവാറുണ്ട്. ലാമിന്റെ ശേഷം പുല്ലില്ലാത്ത ത്വാ ആണ്, ലത്തീഫാണ്. ചിലപ്പം സാധാരണക്കാര് ചെല്ലുമ്പോ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്നാകും, പുല്ലില്ല താഴ്. അപ്പൊ അർത്ഥം മാറിപ്പോകും. എന്നോ എനിക്കറിയില്ല, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ് 16,641 വട്ടം. എത്ര? 16,641 വട്ടം ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഒളുഓട് കൂടെ ഒരേ ഇരുത്തത്തിലായി ചൊല്ലിത്തീർത്താൽ എണ്ണം കൂടാനും പാടില്ല, എണ്ണം ചുരുങ്ങാനും പാടില്ല. അങ്ങനെ ചൊല്ലിത്തീർത്താൽ പിന്നെ അവിടെ യാ ലത്തീഫ് എന്ന് 129 വട്ടം ചൊല്ലി ഒരു പ്രത്യേകമായ ദിക്ർ ചൊല്ലാൻ, ചെറിയ ഒരു ദിക്ർ, പിന്നെ 129 വട്ടം. അങ്ങനെ ഇമാം ദുമൈരി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബ് ഹയാത്തു ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ വളരെ കർക്കശമായി പറയുന്നുണ്ട്. അതിന്റെ എണ്ണം ഈ യാ ലത്തീഫ് എന്നതിന്റെ 16,641 പ്രാവശ്യം ചൊല്ലുമ്പോ ഒന്ന് കൂടാനും പാടില്ല, ഒന്ന് ചുരുങ്ങാനും പാടില്ല. മനസ്സിലായോ? അങ്ങനെ കറക്റ്റായിരിക്കണം. അതിന് മഹാൻ പറഞ്ഞത് 129 മണിയുള്ള ഒരു തസ്ബീഹുമാല തയ്യാറാക്കാനാണ്. അത്രയും കറക്റ്റായിരിക്കണം അതിന്റെ എണ്ണം, അത്രയും കറക്റ്റായിരിക്കണം അതിന്റെ എണ്ണം. 129 മണിയുള്ള ഒരു മാല, അങ്ങനെ 129 പ്രാവശ്യം ചൊല്ലിക്കഴിക്കുക. മാഷാ അല്ലാഹ്. അതപ്പോ 129 പെരിക്കണം 129. 129 മണിയുള്ള ഒരു മാലയിൽ 129 പ്രാവശ്യം ചൊല്ലിയാൽ 129 പെരിക്കണം 129 സമം 16,641. ഇങ്ങനെ ചൊല്ലിത്തീർത്താൽ അവന്റെ എന്തോ ഉദ്ദേശമാണെങ്കിലും അത് പൂർത്തിയാവുന്നതാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടത് മറ്റോന്റെ തല പോവാലോ ഉദ്ദേശം എന്നല്ലല്ലോ ഇപ്പൊ നമ്മളാരും ചിന്തിക്കുക. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഞാൻ കുറെ മുന്നേ നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞപ്പോ പലവരും അത് ചൊല്ലിത്തീർത്ത് കാര്യങ്ങൾ നേടിയവരുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്ന് സാധുവായി എനിക്ക് കോൾ ചെയ്തു. അത് 2 ദിവസമായിട്ട് ചൊല്ലിത്തീർത്താൽ മതിയോ, 3 ദിവസമായിട്ട് ചൊല്ലിത്തീർത്താൽ മതിയോ? കാരണം യാ ലത്തീഫ് എന്നുള്ളത് അത്ര എണ്ണം ഒരേ സമയത്തായി ചൊല്ലിത്തീർക്കണമെങ്കിൽ മിനിമം ഒരു 2.5-3 മണിക്കൂർ സമയം പിടിക്കും. നമുക്കൊന്നും ഇപ്പൊ അങ്ങനെ ഒരു സമയം അത് ഇരിക്കാൻ വയ്യല്ലേ. ആർക്കാപ്പൊ ഒരു 2.5-3 മണിക്കൂറൊക്കെ ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരേ ഇരുത്തം ഇരിക്കാൻ സാധിക്കുക? ചിലപ്പോ നമ്മുടെ കാല് വേദനയാവും, ചിലപ്പം ഉറക്കം വരും. ഇങ്ങനൊക്കെ നമുക്ക് സംഭവിക്കല്ലോ. അതുകൊണ്ടാണല്ലോ മഹാന്മാർ ചില നിബന്ധനകൾ വെച്ചാൽ ആ നിബന്ധന പാലിക്കണം. ഇപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്
സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ ഉയരുന്നത് വരെ. അപ്പൊ സൂര്യൻ ഉദിച്ചതിനു ശേഷം വീണ്ടും ഒരു 20 മിനിറ്റ് കൂടി അതേ ഇരുത്തം ഇരുന്ന് ദിക്ർ, സലാത്തിൽ, ദുആയിലൊക്കെയും ആകുക. അത് ചില വളായിഫുകളാണ്, ചില അമലുകൾ. അങ്ങനെ ഇബാദത്ത് ചെയ്യൽ വളരെ മഹത്വമുള്ളതാ. അപ്പൊ അവിടെ മഹാന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് അതേ ഇരുത്തം ഇരുന്നാൽ ഉറക്കം വരും. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓന് സൂര്യൻ ഉദിക്കുന്നത് വരെ അങ്ങനെ ഇരിക്കുമ്പോ, കിബിലക്ക് മുന്നിട്ട് അതേ ഇരുത്തം ഇരിക്കുമ്പോ അവനിക്ക് സ്വാഭാവികമായും ഉറക്കം വരികയാണെങ്കിൽ എന്താ ചെയ്യാന്നൊരു ചോദ്യം ഉണ്ടാവും. ഓനങ്ങനെ ഇരിക്കാൻ ഓൻ ചെയ്യാതെ, പക്ഷെ ഇരിക്കും. ചെലോലാണ്ട് ഉറങ്ങിപ്പോകും. അപ്പൊ അവരെ മഹാന്മാര് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കുക, കിബിലയെ തൊട്ട് തെറ്റാതെ എഴുന്നേറ്റ് നിൽക്കുക. ഉറക്കം വരുമെങ്കിൽ എഴുന്നേറ്റ് നിന്നാലും ഉറക്കം വരും. അങ്ങനെ എന്താവും ചെലോല്, അതേ ഇരുത്തം ഇരിക്കുമ്പോ ഉറക്കം വരും. അപ്പൊ ഉറക്കം പോകാൻ വേണ്ടി കിബിലയെ തൊട്ട് തെറ്റാത്ത രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ എഴുന്നേറ്റ് നിന്നാലും ഉറക്കം വരുന്നൊക്കെ. എന്നാൽ കിബിലയെ തൊട്ട് തെറ്റാതെ കിബിലയുടെ ഭാഗത്തേക്കൊന്നത് നടക്കുക. അപ്പൊ അതിന് ചില ദിക്റുകളും ഔറാദുകളൊക്കെ ചെല്ലുമ്പോ ഒരു നിബന്ധന ഉണ്ടാവും. ഇരിക്കത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അതൊന്നുമല്ല. അങ്ങനെ ഞാനത് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്ന് വിളിച്ചു. എന്തേ കാരണം? പലവർക്കും ഭൗതികമായി 100 കണക്കിന് വിഷയങ്ങളുണ്ട്. വിസ ശരിയാവാത്ത പ്രശ്നം, അറബി ശമ്പളം തരാത്ത വിഷയം, അറബി ശമ്പളം കൂട്ടിത്തരാത്ത വിഷയം, മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട വിഷയം, വീട് പണി പൂർത്തിയാവാത്ത വിഷയം, അഞ്ജന ഗൾഫിലേക്ക് കൊണ്ടുവരേണ്ട വിഷയം, മക്കളെ ഗൾഫിലേക്ക് കൊണ്ടുവരേണ്ട വിഷയം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. എന്നാ പിന്നെ 16,641 പ്രാവശ്യം അബുറയ്യ ഉസ്താദ് പറഞ്ഞ മാതിരി യാ ലത്തീഫ് അത് ചൊല്ലി തീർക്കാം. വേണ്ടാനല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞമ്മക്ക് എന്ത് വിഷയത്തിലും നമ്മുടെ ഭൗതികം തന്നെയാണ് മുൻപന്തിയിൽ. അതുകൊണ്ടാണ് സലാത്തുൽ ഹാജത്ത് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു. അങ്ങനെയാണെങ്കിൽ നിക്കൊരുപാട് ആവശ്യങ്ങൾ ചെയ്തോളി, ആത്മാർത്ഥമായി ഇങ്ങനെ അത് ചെയ്തോളി, ആ കാര്യം അത് നടക്കും. നമുക്ക് ആത്മാർത്ഥത ഉണ്ടോ, സംഗതി നടക്കാതിരിക്കില്ല. പക്ഷെ നമുക്ക് ആത്മാർത്ഥതയാണ് ഏത് വിഷയത്തിലും വേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം വരുന്നത്. പോരാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ച് നമ്മുടെ ഭൗതികമായ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ താല്പര്യമുള്ളതുപോലെ എന്ത് വേണം? പടച്ചവനെ, എനിക്ക് ഇബാദത്തിലൊരു താല്പര്യമില്ല, എനിക്ക് നല്ല സദസ്സിൽ ഇരിക്കാൻ ഒരു താല്പര്യം തോന്നുന്നില്ല, എനിക്ക് നല്ലത് കേൾക്കാൻ താല്പര്യം തോന്നുന്നില്ല, എപ്പോഴും എനിക്ക് ഭൗതികമായ ചിന്തകളാണ് എന്ന് അതൊരു ഒഴിവായി എനിക്കെപ്പോഴും ഒരു ആത്മീയമായ ചിന്ത ലഭിക്കണം. എനിക്ക് സ്വലാത്ത് ചെല്ലാൻ തോന്നണം, എനിക്ക് ദിക്ർ ചെല്ലാൻ തോന്നണം എന്നുള്ള ആവശ്യം നിറവേറ്റിയെടുക്കാൻ ആത്മീയമായ വിഷയത്തിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടാവാൻ ഞാൻ ഒരു 2 റക്അത്ത് സലാത്തുൽ ഹാജത്ത് നിസ്കരിക്കട്ടെ. ഒന്നുമില്ല, നോക്കിങ്ങൾ, എനിക്ക് എന്റെ ഹബീബിന്റെ മുഖം ഒന്ന് കാണണം, എന്റെ ഹബീബിന്റെ മദീനയിലെത്തണം, എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, എന്റെ മക്കൾ സ്വാലിഹീങ്ങളാവണം, എന്റെ കുടുംബം ഖൈറിന്റെ അഹ്ലികാരാവണം എന്നുകൂടി നമ്മുടെ കൽബിൽ വരണം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ഞാനൊരു അനുഭവം ഞങ്ങൾ ആരും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലോ. എന്താ ഉസ്താദ്, ഞങ്ങൾ സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചതിന് വേണ്ടാനല്ല, പക്ഷേ ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും സലാത്തുൽ അവ്വാബീൻ എന്ന സുന്നത്തൊക്കെയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു അന്വേഷണം വന്നത് സലാത്തുൽ ഹാജത്തിനെ കുറിച്ചാണ്.
കാരണം നമുക്ക് ഭൗതികമായ പല വിഷമങ്ങളുണ്ട്. എന്നാ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചൊന്ന് ദ്വാരന്ന് ആ ഭൗതികമായ വിഷയങ്ങളൊന്ന് നേടിയെടുക്കാം. അൽഹംദുലില്ലാഹ്, വിരോധമൊന്നുമില്ല. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ദുന്യവീയത്തൻ കാനത്ത് ഔ ഉഖ്റവിയ്യത്തൻ, ഭൗതികമായ ആവശ്യമാവട്ടെ പാരത്രികമായ ആവശ്യമാവട്ടെ ആ കാര്യം അവനിക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ആത്മീയമായ നിലക്ക് കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കുക. ദുആന്ന് മൗലിദോതി, സ്വലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി, യാ ലത്തീഫ് എന്നുള്ള ദിക്ർ ചൊല്ലി, അങ്ങനെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആഇക്കുമ്പോ ആത്മീയമായ കാര്യങ്ങൾ ചെയ്ത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആഇക്കുമ്പോ അതും ഒരു ആത്മീയതയാണല്ലോ. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം മാത്രം ഞാൻ പോരാ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരും നന്നാവണം. അതാണ് ഇന്നത്തെ പോയിന്റിന്റെ. ചിലപ്പോ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഞാനൊരു KMICയുടെ ശ്രോതാവായി ഞാനൊരുപാട് കാര്യം മനസ്സിലാക്കി, ഞാനതൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം ചിന്തിക്കാതെ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത പലവരും എന്റെ ചുറ്റുഭാഗത്തുണ്ട്. അവരിലേക്കും ഞാൻ ഈ സന്ദേശം എത്തിക്കട്ടെ. ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ, ഞാൻ മാത്രം കഴിച്ചിലായാ പോരാ എന്നുകൂടി ഒരു ചിന്ത നമ്മുടെ കൽബിൽ വരണം. പലവരുടെ കൽബിലുമുണ്ട്, ഇനിയും അത് നിലനിർത്തണം. വരാത്തവർ ആ ചിന്തയിലേക്ക് എത്തണം. ഞാനൊരു ചെറിയ സംഭവം പറയാം. അപ്പോഴേക്ക് 8 മണിയാകും. മൗലിദോദാനൊക്കെ നമ്മുടെ ഉസ്താദന്മാർ ക്ലാസ് റൂമിലെത്തും. മഹാനായ സിരിയു സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ ആബിദാണ്, സാഹിദാണ്, ആരിഫാണ്, വലിയ മഹാനാൻ. സിരിയു സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഒരിക്കൽ ഒരു പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ കാരണത്താൽ 30 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിഹാബ് ഒരിക്കലേ ഒന്ന് ആലോചിച്ച് നോക്കാൻ, കേൾക്കുമ്പോ നമുക്കൊരു അത്ഭുതമല്ലേ. ഞാന് ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ കാരണത്താൽ, എന്റെ സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ കാരണത്താൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞ കാരണത്താൽ 30 കൊല്ലായി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പോയി തെറ്റാ? അൽഹംദുലില്ലാഹ് പറയല് തെറ്റാണോ? അൽഹംദുലില്ലാഹ് പറയുകയല്ല വേണ്ടത്. പക്ഷേ സിരിയു സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ കാരണത്താൽ 30 കൊല്ലമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇത് കേട്ടപ്പോ ജനങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. നിങ്ങൾക്കും അത്ഭുതം തോന്നില്ലല്ലേ? നിങ്ങൾക്കും അത്ഭുതം തോന്നില്ല? എന്താ റബ്ബേ പീ കേക്കണ്? ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ കാരണത്താൽ 30 കൊല്ലം ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോ എന്താ അത്ഭുതം? ഇത് കേട്ടപ്പോ ജനങ്ങൾക്കും അത്ഭുതമായി. മഹാനുഭാവനോട് ചോദിച്ചു, അതെന്താ? ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ കാരണത്താൽ 30 കൊല്ലം പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുക, അതെന്താ? ഇത് വലിയ അത്ഭുതമുള്ളൊരു വാക്കാണല്ലോ. ആ സമയത്ത് സിരിയു സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാ, മഹാനുഭാവന്റെ ജീവിതം ബഗ്ദാദിലാണ്. ബഗ്ദാദിൽ ഒരു തീപിടുത്തമുണ്ടായി. ബഗ്ദാദിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോ ഒരുപാട് ആളുകളുടെ പീഡകൾ, കഥകൾ കത്തി നശിച്ചു. ആ സമയത്ത് ഒരാള് വന്നിട്ട് സിരിയു സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹിനോട് പറഞ്ഞു, എല്ലാരെ പീഡി കത്തി, നിങ്ങളെ പീഡ മാത്രം കത്തിയിട്ടില്ല എന്നാണ്. എല്ലാരെ വീടും പേരും കത്തി, നിങ്ങളുടെ പീഡ കത്തിയിട്ടില്ലാന്ന് പറഞ്ഞപ്പോ ഞാനൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞുപോയി. എല്ലാരെ പീഡയും കത്തി,
എന്റെ പീഡ കത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോ ഞാനൊരു അൽഹംദുലില്ലാ പറഞ്ഞു. നോക്കി നിങ്ങൾ, നമ്മളൊക്കെ സംഭവിക്കൂലേ? ഒരു ബസ് മറിഞ്ഞു, ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാന് ഒരു ബസ് മറിഞ്ഞു. ആ ബസ്സിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുണ്ടായിന്ന്, എല്ലാരും അപകടത്തിൽപ്പെട്ടു. ഇന്റെ വേണ്ടപ്പെട്ട ഒരാൾ ആ ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോ സ്വാഭാവികമായി നമ്മൾ അൽഹംദുലില്ലാ പറയില്ലേ? അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു തീപിടുത്തമുണ്ടായി, ഭൂമി കുലുക്കമുണ്ടായി, പലവരുടെ വീടും തകർന്നു, പലവരും അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ ഒരു തോണി മറിഞ്ഞു, എല്ലാരും മുങ്ങി മരിച്ചു, ഞാൻ മാത്രം അതിന് രക്ഷപ്പെട്ടാൽ ഒരു അൽഹംദുലില്ലാ നമ്മൾ പറയില്ലേ? പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോ, നമ്മളുടെ വേണ്ടപ്പെട്ടവർ രക്ഷപ്പെടുമ്പോ, നമ്മൾ വ്യക്തിപരമായി രക്ഷപ്പെടുമ്പോ അൽഹംദുലില്ലാ പറയുന്നവരല്ലേ നമ്മള്? അപ്പൊ എന്തേ പോലെ ഉണ്ടായത്? നമ്മുടെ സ്വന്തം കാര്യത്തിൽ നമ്മൾ സന്തോഷിച്ചു, മറ്റോന്റെ ദുഃഖത്തിൽ നമുക്ക് വിഷമുണ്ടായില്ല, അല്ലെങ്കിൽ ഓൻ രക്ഷപ്പെട്ടതിലൊന്നും ഉണ്ടായില്ല. ഞാൻ രക്ഷപ്പെട്ടല്ലോ അൽഹംദുലില്ലാ. അപ്പൊ എന്റെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നമ്മളുമായി ബന്ധമുള്ള പലവരുമുണ്ട്, അവരൊക്കെ രക്ഷപ്പെടണം. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർക്ക് അപകടം പറ്റുമ്പോ എന്തായാലും വേണ്ടിയില്ല, നമ്മൾ രക്ഷപ്പെടുമ്പോൾ അൽഹംദുലില്ലാ അത് പോരാ, അത് വേണ്ടാന്നല്ല പറയുന്നത്. മഹാനായ സിദ്ദീഖ് പറഞ്ഞത്, ഞാൻ ഇന്റെ പീഡ കട്ടിയിലാന്ന് അറിഞ്ഞപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പൊ മറ്റോന്റെ കാര്യത്തിൽ ഒരു വിഷമം എനിക്കുണ്ടായില്ല, ഇന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തി. ആ ഒരു അൽഹംദുലില്ലാ പറഞ്ഞത് തെറ്റായിപ്പോയി. അതിന്റെ പേരിൽ എന്റെ സ്വന്തം ഒരു സന്തോഷം മറ്റുള്ളവരുടെ അപകടത്തില് ദുഃഖിക്കാതെ, അല്ലെങ്കിൽ എന്റെ സ്വന്തം ഞാൻ രക്ഷപ്പെട്ടത് അൽഹംദുലില്ലാ പറഞ്ഞത് തെറ്റായിപ്പോയി. ഞാൻ ചിന്തിക്കേണ്ടത് എന്താ? നമ്മളെപ്പോലത്തെ എത്രയോ ആളുകളുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വേണ്ട വൃത്തികളികളായി ജീവിക്കുന്നവർ. അതുകൊണ്ട് നമ്മളൊരു നല്ല കാര്യം കേൾക്കുമ്പോ, ഒരു നല്ല അമല് കേൾക്കുമ്പോ, റബ്ബേ ഇതറിയാത്ത പലവരുമുണ്ട്, ഞാൻ അവർക്കും കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കട്ടെ എന്നൊരു ചിന്ത എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കൾക്കും വേണം. അൽഹംദുലില്ലാ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലേ ഷിഹാബ് കുരിക്കലെ? അന്നേക്കായി ഉഷാറില്ല എത്ര KMIC-യുടെ പ്രവർത്തകരാകുന്ന സഹോദരിമാരെന്ത് ചിത്ത. നമ്മളൊക്കെ ഒരു പൂവും വിട്ടാണ്ട് പോവേക്കാലല്ലേ? കേൾക്കുന്നവരൊക്കെ ഒരു എസ് അടിക്കുന്നു പറയുമ്പോ ഒരു എസ്സും അടിച്ചു പോകുന്നവരായിരിക്കും നമ്മളൊക്കെ. അല്ലെങ്കിൽ സാധുവായ ഞാനൊരു 5 മിനിറ്റ് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയൂ. എന്നാ അങ്ങനെയല്ല. ഒരുപാട് സഹോദരിമാര് ഈ ക്ലാസ് റൂമിൽ നിന്ന് കേൾക്കുന്ന ഓരോ നന്മകളും അത് സ്വന്തം ജീവിതത്തിൽ ചെയ്ത് പടച്ചവനെ ഇതൊക്കെ അറിയാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, അവരിലേക്ക് കൂടി ഈ നന്മ എത്തിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന സഹോദരിമാർ അല്ലാഹു തആല അവർക്കൊക്കെയും ബറക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ, അവരുടെ മക്കളിൽ, അവരുടെ വീടുകളിലൊക്കെയും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് മാത്രം സന്തോഷിക്കാതെ മറ്റുള്ളവർ കൂടി രക്ഷപ്പെടണം എന്ന, രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അവർക്കൊക്കെ നന്മ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന ഒരു സന്തോഷം കൂടി എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മളൊക്കെ വിവരമില്ലാത്തവരാണ്, സാധുക്കളാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വ്യക്തിപരമായി സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ KMIC-യിലൂടെ കേൾക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. ഞാനൊക്കെ അതിൽ എപ്പോഴും സന്തോഷ. ഇന്നലെ വൈകുന്നേരത്ത് കരിവാമ്പരി ഭാഗത്ത് നിന്ന് നമ്മുടെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയുടെ ഒരു സമാപനത്തിൽ ഞാനൊരു കാര്യം ഉണർത്തി. അത് ലൈവുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് റൂമിൽ, കേട്ടവരൊക്കെ ഉണ്ടാകും. എനിക്ക് ആ മക്കളെ കാണുമ്പോ നമ്മൾ കാരണം ഒരാള് ഒരു നന്മയുടെ വാക്താവായി വരുമ്പോ അത് വല്ലാത്ത സന്തോഷാണ്.
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഗുണങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ, സമയം വഴുകാനാവും. ചെറിയ കാര്യം കൂട്ടത്തിൽ അത് വെച്ചു കൊടുക്കുമ്പോൾ അതൊന്നുകൂടി കൂടുതൽ എഫക്റ്റ് ചെയ്യും. മാഷറാ ലോകത്ത് അല്ലാഹു തആല നരകത്തിന്റെ അഹ്ലികാരെ വരികളാക്കി ഇങ്ങനെ നിർത്തും. സ്വർഗത്തിന്റെ അവകാശികളെയും അല്ലാഹു തആല വരികളാക്കി ഇങ്ങനെ നിർത്തും. അല്ലാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. അപ്പൊ നരകത്തിന്റെ വരികളിൽ നിൽക്കുന്ന ഒരാള് സ്വർഗത്തിന്റെ വരികളിൽ നിൽക്കുന്ന ഒരാളെ കാണുന്നതാണ്. നരകത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് സ്വർഗത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ കാണും. ഈ നരകത്തിന്റെ വരികളിൽ നിൽക്കുന്ന ആള് ആ സ്വർഗത്തിന്റെ വരികളിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ടാവുന്ന. അപ്പൊ ഈ നരകത്തിന്റെ വരികളിൽ നിൽക്കുന്ന ആള് ആ സ്വർഗത്തിന്റെ വരികളിൽ നിൽക്കുന്ന ആളെ നോക്കി പറയുത്തരെ, അതോ അനക്ക് ഞാൻ ദുന്യാവിന് ഇങ്ങനൊരു ഗുണം ചെയ്ത് തന്നിട്ടില്ലേ, അനക്ക് ഞാൻ ദുന്യാവിന് ഇങ്ങനൊരു ഗുണം ചെയ്ത് തന്നിട്ടില്ലേന്ന് ഈ നരകത്തിന്റെ അവകാശിയായ മനുഷ്യൻ ആ സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ട ആളോട് പറയുമ്പോ ഈ സ്വർഗത്തിന്റെ അവകാശി അള്ളഹാനോട് പറയത്ര, അല്ലാ ആ നരകത്തിന്റെ വരികളിൽ നിൽക്കുന്ന മനുഷ്യൻ എനിക്ക് ദുന്യാവിലൊരു ഗുണം ചെയ്ത ആളാണ് എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുത്തരെ, എന്നാ അവനെയും കൂട്ടി സ്വർഗത്തിൽ പോയിക്കോൻ. നോക്കി മുഅ്മിനീങ്ങളെ, അല്ലാഹു എത്ര റഊഫാൻ, അല്ലാഹു എത്ര കരുണ ചെയ്യുന്നവനാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അയാൾ ചിലപ്പോൾ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കാം. അയാള് കാരണം നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. മറക്കണ്ട റസൂലുള്ളാഹിന്റെ ഈ വാക്ക്. മഹ്ശറാ ലോകത്ത് രണ്ടു വരികളാക്കി നരകത്തിന്റെയും സ്വർഗത്തിന്റെ അവകാശികളാക്കി നിർത്തുമ്പോ നരകത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരുത്തൻ സ്വർഗത്തിന്റെ അവകാശിയെ നോക്കി പറയുകയാണ്, മനുഷ്യ സ്വർഗത്ത് പോവാനല്ലേ, ഞാനിപ്പോ നരകത്തിന്റെ ആൾക്കാരുടെ കൂട്ടത്തിലുള്ളത്, ഇത് സ്വർഗത്ത് പോവുക, എനിക്ക് ഞാൻ ദുന്യാവിന് ഇങ്ങനൊരു ഗുണം ചെയ്ത് തന്നിട്ടില്ലേ, എനിക്ക് ഇന്നാലിന്നൊരു ഗുണം ഞാൻ ചെയ്ത് തന്നിട്ടില്ലേ എന്ന് പറയുമ്പോ ഈ സ്വർഗത്തിന്റെ അവകാശം റബ്ബിനോട് പറഞ്ഞ് ഇവനെ കൂട്ടി സ്വർഗത്ത് പോകുന്ന. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും നന്മ ഒരു ദിവസം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അവനൊരു സ്വർഗത്തിന്റെ അവകാശിയാകുമ്പോ അവൻ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അത് കാരണമാകും. അല്ലാഹു തആല ഈ പ്രഭാതത്തിൽ നമ്മളൊക്കെയും ഇനി നമ്മുടെ ഭൗതികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭൗതികമായ ജീവിതത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു നന്മ ഇന്ന് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുക. ഓരോ ദിവസവും ഞാനൊരു നന്മ കേട്ടു, അത് ഞാൻ ഇന്നൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഒരാൾക്ക് ഒരു 5 ഉറുപ്യ കൊടുത്ത് സഹായിക്കാൻ സാധിച്ചു, അത് ഞാൻ ഇന്ന് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചെയ്യും. അത് നാലും തീരുമാനിച്ചു. അങ്ങനെ ഇനിയുള്ള ഓരോ ദിവസവും എനിക്ക് സാമ്പത്തികമായി ഒരാളെ സഹായിക്കാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ ഈ ക്ലാസ് റൂമിന്റെ ശ്രോതാവായിട്ട് ഇന്ന് ഞാനൊരു നന്മ കേട്ടു, ആ നന്മ ഞാൻ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു ഇടം അള്ളാഹു നൽകും. അള്ളാഹു നരകത്തിൽ നിന്ന് കഴിച്ചിലായി സ്വർഗത്തിൽ ഒരു ഇടം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു തആല ഈ ക്ലാസ് റൂമിനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന ഒരു ചെറിയ സംഖ്യ നമ്മുടെ KMICയുടെ പ്രവർത്തനത്തിന് വേണ്ടി നൽകാമെന്ന് പറഞ്ഞു. അത് അയക്കാനുള്ള അഡ്രസ്സും കൊടുത്തു. അദ്ദേഹം അത് നമ്മുടെ താഹിറുദ്ദീൻ ഹാജിക്കയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹം ഒരു ചെറിയ രോഗിയാണ്. ഡോക്ടർമാർ എന്തോ ഒരു ചെറിയ ഒരു വിഷമകരമായ രോഗത്തിന്റെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ പൂർണ്ണമായും ആ രോഗത്തിന്റെ കാരണം ശിഫ നൽകി ഇനിയുള്ള കാലം രോഗങ്ങളൊന്നും കൂടാതെ ആഫിയത്തും ആയുസ്സും അദ്ദേഹത്തിനും ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ അല്ലാഹ്. അതുപോലെ പലവരും പല ജാതി സഹായങ്ങളും നമ്മുടെ ഈ ക്ലാസ് റൂമിന് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിലൊക്കെയുമുള്ള എല്ലാ രോഗങ്ങളും ശിഫ നൽകി റബ്ബേ, ഞങ്ങൾ അധ്വാനിക്കുന്നത്
ഒരു ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളെ തൊട്ട് കാത്ത് അത് ദീനിനും ഞങ്ങളുടെ കുടുംബത്തിനും ഉപകരിക്കുന്ന രൂപത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇലാ ഹളറത്ത് റൂഹി നബിയിനാ വഹബീബിനാ വശഫീഇനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി ജമീഇ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. മാഷാ അല്ലാഹ്. അബൂ നഈം ഉസ്താദേ, ഞാൻ മൈക്കയിലേക്ക് വരും. ഞാൻ ശബ്ദം പറ്റാലേക്ക് എല്ലാവരും ദ്വാരിക്കണം. ഞാൻ എവിടെ ഒരു ദിവസം ഒരു ക്ലാസ് കേൾക്കാറുള്ളൂ. അതിനുള്ള ആരോഗ്യമല്ലോ. ഒരു ദിവസം ഒരു 2 മണിക്കൂർ പറയാതെ ആരോഗ്യം എപ്പോഴുള്ളൂ. പക്ഷെ ഇന്നലെ നിർബന്ധിത സാഹചര്യത്തിൽ രാവിലെയും ഒരു ക്ലാസ് കേൾക്കേണ്ടി വന്നു. പിന്നെ വൈകുന്നേരത്ത് സ്ഥിരം നടക്കുന്ന ഒരു ക്ലാസ്, അതിന്റെ ഇടയിൽ 1-2 പരിപാടി എല്ലതുമ്പാടായി. ശബ്ദത്തിനൊക്കെ തകരാറുണ്ട്. അല്ലാഹു തആല ഉള്ള ശബ്ദത്തെ നിലനിർത്തി നമ്മുടെ കണ്ണിന്റെയും കാഴ്ചയുടെയും കേൾവിയുടെയും മറ്റു അവയവങ്ങളുടെയും ഖൽബിന്റെയും ഹിദായത്തും ആരോഗ്യവും എല്ലാം നിലനിർത്തി ഇനിയും ദീനിന് ഉപകരിക്കുന്നത് പറയാനും കേൾക്കാനൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അബൂ നഈം ഉസ്താദ്, ഞാൻ ദുആ തുടങ്ങിയിട്ടില്ല, ഫാത്തിഹ ഒലിച്ചിട്ടുള്ളൂ. ഉസ്താദിനെ ദുആയിന് നേതൃത്വം നൽകാൻ മൈക്കയിലേക്ക് ക്ഷണിച്ച് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി